കുടകിലെ ഗോണിക്കുപ്പയിൽ ഹോട്ടൽ കെട്ടിടം തകർന്നു വീണു. അമ്പൂർ ബിരിയാണി ഹൗസ് എന്ന ഹോട്ടലിന്റെ കെട്ടിടത്തിനകത്ത് കുടുങ്ങിക്കിടന്ന 5 പേരെ രക്ഷപ്പെടുത്തി. കൂടുതൽ പേർ കുടുങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. KB ശ്രീധരൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീധരൻ, അപകടം എങ്ങനെയാണ് ഉണ്ടായത്? കൂടുതൽ ആളുകളെ സംബന്ധിച്ച് വിവരങ്ങളുണ്ടോ? മധു, കാലപ്പഴക്കം ചെന്ന കെട്ടിടമാണ് തകർന്ന് വീഴുന്നത്. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ആ കാലപ്പഴക്കം ഉച്ചയോടെ കൂടി തകർക്കുകയായിരുന്നു. ചെറിയ മഴ പ്രദേശത്തുണ്ടായിരുന്നു ദേശവാസികൾ പറയുന്നത്. ഈ സമയത്ത്, അതായത് ഉച്ചനേരമാണ്, കൂടുതൽ ആളുകൾ ഭക്ഷണം കഴിക്കാനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഈ പ്രദേശവാസികൾ നൽകിയ വിവരമനുസരിച്ച് 5 പേർ അതിൽ കുടുങ്ങിക്കിടക്കുന്നു ാകുന്നത്. ആ 5 പേരെയും രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കൂടുതൽ ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ടോ എന്നുള്ള സംശയത്തെ തുടർന്ന് JCB ഉൾപ്പെടെ കൊണ്ടുവന്ന് ഇപ്പോൾ ആ പ്രദേശമാകെ ഇടിഞ്ഞ അവശിഷ്ടങ്ങൾക്കിടയിലൊക്കെ പരിശോധന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആശുപത്രിയിൽ എത്തിച്ച തന്നെ അപകടനില താരണം ചെയ്തിട്ടുണ്ട്. ജീവനായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഈ ഇത് വിരാജ്പേട്ട മൈസൂർ പ്രധാന പാതയിലാണ് ഈ കെട്ടിടം പാതയോട് ചേർന്ന് ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഏതായാലും ഉടൻ തന്നെ ഈ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കിയ ശേഷം അതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കുമെന്നുള്ളതാണ് കുടക് പോലീസ് അറിയിക്കുന്നത്. ശ്രീധരൻ, എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്? ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന ആളുകളെ പറ്റി കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിരുന്നോ? ആളുകൾ എന്താണ് പറയുന്നത്? ഏകദേശം 2 മണിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ സമയത്ത് ഈ 5 പേർ എന്ന് കൃത്യമായി പറയുന്നത് ഈ 5 പേരും ആ ഹോട്ടലിലെ തൊഴിലാളികളാണ്. അതുകൊണ്ട് തന്നെ ഈ 5 പേരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താനായി എന്നുള്ളത് അവിടുത്തുള്ള ആളുകൾ, സമീപത്തുള്ള ആളുകളൊക്കെ പറയുന്നുണ്ട്. ഇനി ഏതെങ്കിലും ആളുകൾ കൂടുതൽ ഭക്ഷണം കഴിക്കാനൊക്കെ അവിടെ വന്ന ഒരു ഹോട്ടലാണ്, ഉച്ച സമയമാണ്, അവിടുത്തെ പ്രധാന തിരക്കുള്ള ഒരു ബിരിയാണി കട കൂടിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇവിടേക്ക് ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ടോ, ആ സമയത്ത് ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം സംശയത്തെ തുടർന്നാണ് ഇപ്പോൾ അവിടെ കൂടുതൽ പരിശോധനകൾ നടത്തുന്നത്. ഏതായാലും അവശിഷ്ടങ്ങൾ മാറ്റിയുള്ള പരിശോധന ഇപ്പോൾ തുടരുന്നുണ്ട്. ഈ തൊഴിലാളികളായിട്ടുള്ള 5 പേരെയും ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, KB ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്. കുടകിലെ ഗോണിക്കുപ്പയിലാണ് ഹോട്ടൽ കെട്ടിടം തകർന്നു വീണത്.